അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യുവാൻ മഹാദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ കൊണ്ട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നു. പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ലോകത്തോടെ വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ലോട്ടറി ടിക്കറ്റിനോ അല്ലെങ്കിൽ ഏത് ബമ്പറിനോ നമുക്ക് താൽക്കാലികമായ ഭാഗ്യം എടുക്കുന്നവർക്കെല്ലാം കിട്ടുന്നില്ല. ആർക്കെങ്കിലും എന്നാൽ എല്ലാവർക്കും നിത്യമായ ഭാഗ്യം ദൈവമുഖത്തേക്ക് നോക്കി അപേക്ഷിക്കുന്നവർക്ക് നിത്യഭാഗ്യം തരുന്ന 1000 ബമ്പർ സമ്മാനം കിട്ടുന്നതിനും വലിയ ഭാഗ്യം നമ്മളുടെ കർത്താവിനുള്ള മുന്നിൽ കിട്ടുന്നതുകൊണ്ട് ദൈവത്തെ കുറിച്ച് സന്തോഷമുണ്ട്. പിന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 100 പ്രാർത്ഥനയുടെ ഗുണം ഒരു കർത്തൃമേശയ്ക്ക്. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് സംസാരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. നമ്മള് പരസ്പരം മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നതിന് സംഭാഷണം എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കൺവെർസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. സംസാർ വിനായ എന്ന് ഹിന്ദിയിൽ പറയും. അങ്ങനെ ഓരോ രീതിയിൽ മനുഷ്യർ തമ്മിലുള്ള സംഭാഷണത്തിന് സംസാരം, ഭാഷ, അതിനുള്ളതായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ ആശയവിനിമയമൊക്കെയാണ്. എന്നാൽ ദൈവത്തോട് സംസാരിക്കുവാൻ ഉള്ള ഏറ്റവും പ്രധാനമായ വഴി പ്രാർത്ഥനയാണ്. ഏറ്റവും പ്രധാനമായ വഴി പ്രാർത്ഥന. മാത്രമല്ല പ്രാർത്ഥന പല രീതിയിലുണ്ട്. ഹൃദയത്തിന്റെ വേദനകളെ അറിഞ്ഞ് ഒപ്പിയെടുക്കുന്ന ദൈവം, അത് ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോകുന്ന യഥാർത്ഥമായ ആത്മാർത്ഥതയുള്ള എല്ലാ പരിപാടിയും എല്ലാ പ്രോഗ്രാമും ദൈവത്തോട് ബന്ധിച്ച് മനുഷ്യരുടെ പോകുന്ന എല്ലാം പ്രാർത്ഥനയാണ്. അപ്പൊ ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം 100 പ്രാർത്ഥനയുടെ ഗുണം. 100 പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചിലര് 1,00,000 സ്തോത്രം, 1,00,000 നന്ദി ദൈവമേ, ഒരുപാട് നന്ദി, ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുന്ന ചില പ്രിയപ്പെട്ടവരെയൊക്കെ കാണും. അന്നേരം എനിക്കതിൽ വലിയ ദുഃഖം തോന്നും. ഒരു നന്ദി, ഓരോ ആൾക്ക് ഒരു നന്ദി പറയണേ, ഒരു നന്ദി നമ്മൾ നാവുകൊണ്ട് പറയണം. രണ്ടാമത് വീണ്ടും നന്ദി പറയണം, രണ്ടാമതും പറയണം. ഓരോ നിമിഷവും മനുഷ്യന് വായുവും വെള്ളവും ആഹാരവും ജീവിക്കാൻ വേണ്ടോ തലയിലെ മുടിനാര് വളരുന്നത് എണ്ണി അറിഞ്ഞും ദൈവം തന്ന നന്മയിൽ നിന്ന് തിരിച്ചും മറിച്ചും ആക്കി എടുക്കുന്ന വകകൾ മാത്രമേ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നുള്ളൂ. അപ്പൊ ഈ വകയുടെ എല്ലാം മൂല്യത അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഉള്ളടക്കം ദൈവത്തിൽ നിന്നാണ്. അപ്പൊ അത് എന്ത് നമ്മൾ അനുഭവിച്ചാലും നമ്മുടെ ഒരു മുടിനാര് ഓരോ സെന്റിമീറ്റർ വളർന്നാൽ, അല്ലെങ്കിൽ അതിന്റെ 10 വളർന്നാൽ, 1000 വളർന്നാൽ അതിനും ദൈവത്തിന് നന്ദി കൊടുക്കണം. അപ്പൊ അതിനെല്ലാം പറഞ്ഞാൽ നമ്മുടെ നാവുകൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യം. എങ്കിലും കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായി നന്ദി കർത്താവേ, നന്ദി ദൈവമേ, നന്ദി നാഥ എന്ന് നമ്മള് സ്ഥിരമായി പറയുന്ന ഒരവസ്ഥയാണ്. അതിനൊന്നിച്ച് 1 കോടിയെന്നോ 10 കോടിയെന്നോ 100 കോടിയെന്നോ ഒന്നും പറയാൻ പാടില്ല. അത് ദൈവത്തിന് നിൽക്കുന്ന അവസ്ഥയാണ്. ദൈവത്തിന് ദുഃഖകരമാണ്. നമ്മളുടെ ആയുഷിന്റെ അവസാന നിമിഷം ഈ ഭൂമിയിലെ വരെയും നമ്മുടെ നാവ് ചലിക്കുന്ന സമയം വരെയും, ഇനി നാവ് ചലിച്ചില്ലെങ്കിൽ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി, സ്തോത്രവും പ്രാർത്ഥനയും കരയറ്റാൻ കഴിയും. ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനയാണ്, വേദനയുടെ പകർപ്പ് പോലും പ്രാർത്ഥനയാണെന്ന് ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥന. അങ്ങനെയുള്ള ഒരു 100 പ്രാർത്ഥനയേക്കാൾ ഫലം ചെയ്യുന്ന ഒന്നാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചതിന് പകരമായി അതിന്റെ രക്തവും ശരീരവും നമുക്ക് വേണ്ടി തന്നതിന്റെ ഓർമ്മയ്ക്കായി കർത്താവിന്റെ മേശ അനുഷ്ഠിക്കുന്നത് 100 പ്രാർത്ഥനയേക്കാൾ. ഞാൻ പറയുന്നു, അത് എണ്ണ ഒന്നും ഞാൻ നിശ്ചയിക്കുന്നില്ല, വളരെ വളരെ പ്രാർത്ഥനയേക്കാൾ ഫലകരമാണ് കർത്താവിന്റെ മേശ നമ്മൾ ഓരോ പ്രാവശ്യവും അനുഭവിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. കാരണം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരേ ഒരു വഴി, അൽവരിയിൽ ഗൊൽഗൊഥായുടെ മുകളിൽ യേശു കർത്താവ് തന്റെ കൈകൾ അണിക്കേൽപ്പിച്ച് കാലുകൾ ഏൽപ്പിച്ച് വിലാപ കുത്തി തുടർന്ന് തന്റെ ശരീരം മുഴുവൻ അതിനു മുമ്പ് അടിച്ചു കീറപ്പെട്ട് ആ വലിയ മരക്കഷണം തന്റെ തോളിൽ ഏറ്റിക്കൊണ്ട്
വലിഞ്ഞ് വലിഞ്ഞ് ആ മലയുടെ മുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് എത്ര വേദനാജനകമായതാണ്. അത് നമ്മൾ പുറമേ കാണുന്ന കാര്യമൊക്കെ ചിത്രീകരിച്ചാലും ആന്തരികമായ ആ ദൈവം എന്ന് പറയുന്ന പ്രപഞ്ചം മുഴുവനെയും കൂടെ നമ്മള് നശിപ്പനോട് എഴുതിയാലും മഹാദൈവം ആരാണ് എന്താണെന്ന് വിവരിക്കാൻ സാധ്യമല്ല. ഇതുപോലെ ആയിരം ആയിരം പ്രപഞ്ചം ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പ്രപഞ്ചം മുഴുവൻ എഴുതി പുസ്തകങ്ങളാക്കി അടുക്കിയാലും ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ എഴുതി വെച്ചാലും ഭൂമിയിലുള്ളവരെല്ലാവരും കൂടെ അവരുടെ ആയുസ് മുഴുവൻ എഴുതി ഒരാളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരമെല്ലാം കൂടെ എഴുതി വയ്ക്കാൻ സാധ്യമല്ല. അത്രയ്ക്ക് വലിയ പ്രവൃത്തിയാണ് ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്തത്. മനുഷ്യൻ എന്താണ്, ദൈവം എന്താ നമുക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അതൊരു അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ പോലെ ഒരു അമ്മയുടെ ഉദരത്തിലേക്ക് സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട ശരീരം ഒരു അമ്മയുടെ ഉദരത്തിലേക്ക് ഇറങ്ങി വന്നു. അത് വിവാഹം നിശ്ചയിക്കപ്പെട്ട പക്ഷെ വിവാഹം കഴിയാത്ത ഒരു സഹോദരിയുടെ ഉദരത്തിലേക്കാണ്. ആ സഹോദരിയെ ഒരുക്കി എടുക്കാൻ വേണ്ടി ഒരു ക്രമീകരണത്തിന് വേണ്ടി അതിനും വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാം എന്ന് പറയുന്ന ഒരു പിതാവ് വിഗ്രഹമുണ്ടാക്കി ദൈവമാണെന്ന് പറഞ്ഞ് തിരിച്ച് ജീവിതമാർഗം നടത്തുകയും അത് മാത്രമല്ല അതിനെ കുമ്പിടുകയും ചെയ്യുന്ന ആളിനെ ദൈവം അനേകരോട് സംസാരിച്ചു. എനിക്ക് ഈ ലോകത്തിൽ വന്ന് എനിക്ക് മണവരാശിയെ രക്ഷിക്കണം, അതിന് നിങ്ങൾ തയ്യാറാണോ നല്ല വഴിക്ക് വേണ്ടി. അങ്ങനെ അനേകർക്ക് അവസരം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് ഫലമില്ലാതെ ഒരേ ഒരാള് അബ്രഹാം. ആ അബ്രഹാം മെസോപ്പൊത്താമിയുടെ ഭാഗത്തു നിന്ന് ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. തന്റെ വാക്ക് കേട്ടു, വിഗ്രഹാരാധന ഒഴിവാക്കി, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലുപയോഗം ഉപയോഗിച്ചു. അത് ഉണ്ടാക്കുന്ന ജനത്തെ തന്റെ സ്വന്തക്കാരെ എല്ലാം വിട്ടു. ദൈവം പറഞ്ഞതുപോലെ വന്നു. അത് പിന്നീട് ഒരു ചെറിയ ജാതിയായിട്ട് അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം അനുസരണപുത്രനായിരുന്നു. 100-ാമത്തെ വയസ്സിൽ ആ പിതാവിന് ഒരു മകനുണ്ടായി. അബ്രഹാമിനും തെറ്റും കുറ്റവും കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും തന്നെ വിളിച്ച ദൈവത്തിന്റെ ആ വാക്കുകൾ, ശബ്ദങ്ങൾ താൻ മറക്കാതെ തന്നെ ഉള്ളിൽ ജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. എനിക്ക് 100-ാമത്തെ വയസ്സ് ദൈവത്തിന് ഒരു സമൂഹത്തെ ഒരുക്കുവാൻ വേണ്ടി, എന്റെ ദൈവം ഭൂമിയിൽ വരാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു മാന്യയായ മകളെ ഒരുക്കാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടിയുള്ള വഴികളിൽ പ്രിയപ്പെട്ടവൻ നിന്ന് കൊടുത്തു. തന്റെ ജീവിതത്തിന്റെ തടസ്സം മുതൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2000 വർഷത്തിന്റെ ഏതാണ്ട് അടുത്തുള്ള സമയങ്ങളുടെ വ്യത്യാസത്തിൽ ആ ദൈവം ലോകത്തിലേക്ക് വരുവാൻ വേണ്ടി എന്നെ 9 മാസം ഉദരത്തിൽ വഹിക്കുവാൻ ഉള്ളതായ മഹതി ലോകത്തിൽ വന്നു. അവരെ നിത്യകന്യകയോ അല്ലെങ്കിൽ മനുഷ്യശ്രീയല്ല, താമസമൊന്നുമല്ലായിരുന്നു. നമ്മളെ പോലെയുള്ള ഒരു ഭക്ഷണം കഴിച്ചും ശ്വസിച്ചും വെള്ളം കുടിക്കും. പക്ഷെ പാപസംബന്ധമായി ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് പാപത്തെ വെറുത്ത് ജീവിച്ചിരുന്നു. അതുകൊണ്ട് ജന്മഭാവമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എത്രത്തോളം ഒരു മനുഷ്യനെ ശ്രദ്ധിച്ച് ദൈവത്തിന് ജീവിക്കും, അത്രത്തോളം ശ്രദ്ധിച്ച് ജീവിച്ച ഒരു ഭാഗ്യവതിയായ അമ്മച്ചിയായിരുന്നു. എനിക്കമ്മച്ചിയാണ്. എന്റെ കർത്താവ് ലോകത്തിലേക്ക് വരുവാൻ വേണ്ടി എന്റെ ശരീരവും എന്നെ തന്നെ ഏൽപ്പിച്ചു. അതിന് അനുകൂലമായ സാഹചര്യത്തിൽ നമുക്ക് വിവാഹം നിശ്ചയിച്ച പ്രിയപ്പെട്ടവൻ ജോസഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ത്യാഗങ്ങൾ സഹിച്ചു. ആ യേശു തന്റെ എനിക്ക് വിവാഹം നിശ്ചയിച്ച പ്രിയപ്പെട്ടവളിൽ ജടാവതാരം എടുത്ത് പ്രസവിച്ച് കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുന്നവർ വിദ്വാൻമാരും ആട്ടിടയന്മാരും ഒക്കെ വന്ന് കാണുകയും ആട്ടിടയന്മാരെ വന്ദിച്ചു. അതുമാത്രമല്ല വിദ്വാൻമാര് പൊന്നും മോനും കാഴ്ച ഇതെല്ലാം കണ്ട് അതുവരെയും അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ അവരങ്ങനെ അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചു. അതിനുശേഷം അവരുടെ ജീവിതം, കുടുംബജീവിതവും ഭാര്യാഭർത്തൃ ജീവിതവും തലമുറകളും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി അതുപോലെ ജീവിക്കുന്ന സമർപ്പിക്കുന്ന വ്യക്തികളെയാണ്, മറിയെ പോലെ സമർപ്പിക്കുന്ന വ്യക്തികളെയാണ് മഹാദൈവത്തിന് ആവശ്യം. അത് ജോസഫിനെ പോലുള്ള വ്യക്തിയാണ് ആവശ്യം. അതുപോലെയുള്ള ആളുകളെ ദൈവത്തിന് നിത്യതയിൽ വേണം, തന്നെ മണവാട്ടിയായി വേണം. അതിനുവേണ്ടിയാണ് കർത്താവ് വീണ്ടും
പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്നത്. തന്റെ ജീവിതയാത്രയിലെ 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ വന്ന് അവിടുത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ മർമ്മപ്രധാനമായി അവർ കേട്ടിട്ടില്ലാത്ത ആ ദൈവവചനത്തിൽ രേഖപ്പെടുത്തി കണ്ടിട്ടുള്ളതിന്റെ ആഴങ്ങളൊക്കെ വിവരിച്ച് 12-ാമത്തെ വയസ്സിൽ കൊടുത്തു. ദൈവത്തിന് 12-ാമത്തെ വയസ്സെന്നോ അല്ലെ 30-ാമത്തെ വയസ്സെന്നോ അനാദി നാളുകൾക്ക് മുമ്പേ അനാദിയായ ദൈവം നിത്യനായ ദൈവം എന്നാണ് എങ്കിലും മനുഷ്യനോടുള്ള ബന്ധത്തിൽ 33 വർഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോഴെന്താ ചെയ്തത്? കഴിഞ്ഞാക്കി. കണ്ണില്ലാത്തവർക്ക് മണ്ണെടുത്ത് കണ്ണുണ്ടാക്കി കൊടുക്കും. തൊഴിലെ ചെവിടരെ, അതുപോലെ തന്നെ പക്ഷപാതം പിടിച്ചു കിടന്നവരെ, നടക്കാൻ വയ്യാത്തവരെ, അതുപോലെ തന്നെ കട്ടിലിൽ 4 പേരും കൂടി എടുത്തുകൊണ്ട് വന്ന പ്രിയപ്പെട്ടവനെ സൗഖ്യമാക്കി. കട്ടിലും കിടക്കയും കൊണ്ട് എടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്നൊക്കെ ഒരു ആരോഗ്യമൊന്നുമില്ല. മനുഷ്യരെ ഉയർപ്പിച്ചു. നമുക്കറിയാം ലാസറിനെ ഉയർപ്പിച്ചു, ഡയറിയോസിനെ മകളെ ഉയർപ്പിച്ചു. എന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ അടയാളങ്ങൾ തീരുന്നതുകൊണ്ട് അവരോട് നടക്കുന്നുണ്ട്. എന്നാല് അനേക പ്രിയപ്പെട്ടവരത് പറഞ്ഞ് തങ്ങൾക്ക് പേരും പ്രശസ്തിയും ദൈവം പ്രവർത്തിക്കുന്നത് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. പണത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവമാണ്, മഹാദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രവർത്തി നമ്മൾ ഭൂമി എന്നുള്ളത് കണ്ടു, ഭൂമിയിലെ മനുഷ്യരെ കണ്ടു, സസ്യജാലങ്ങളെ കണ്ടു, മൃഗങ്ങളെ കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. കടലിനെ കണ്ടു, കരയെ കണ്ടു. ഇനിയും ഇതെല്ലാം നമ്മൾ കാണാതിരിക്കുന്നു. കടലില്ലാത്ത ലോകത്തെ ഇനി നമുക്ക് കാണിക്കാൻ പോവുകയാണ്. പാപമില്ലാത്ത ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതിനെല്ലാം അടിസ്ഥാനമായി കർത്താവ് ഗൊൽഗൊഥായുടെ മുകളിൽ പരമയാഗമായി തീരുന്നതിന് തൊട്ടുള്ള രാത്രികാലം, സന്ധ്യകാലം, അത് ഒരു പെസഹായുടെ രാത്രികാലമായി. പെസഹ എന്നുള്ളത് നമുക്ക് ചരിത്രപരമായ യഹൂദന്മാരുടെ ഒരു വലിയ അവര് ഇസ്രായേലിൽ നിന്ന് അവരുടെ സ്വന്തം ദേശത്തിൽ ഒരു അടിമയായിരുന്ന ഇസ്രായേലിൽ നിന്ന് സ്വന്തം ദേശമായ കനാനിലേക്ക് മടങ്ങുവാൻ ദൈവം ഒരുക്കിയ സമയത്ത് അവർ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞു, അവരെ പുളിപ്പില്ലാത്ത അപ്പം വേഗത്തിൽ ചുടുക, അതുപോലെ തന്നെ ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആട്ടുകുട്ടിയെ മാറ്റി നിർത്താൻ പറഞ്ഞു. ആ ആടിനെ ആഭിമാസം ആദ്യം മാറ്റി നിർത്തി 13-ാം തീയതി അതിനെ അറുത്ത് അത് വീതിച്ച് അതിനെ പല ഭവനക്കാരുടെ ആവശ്യാനുസരണം എടുത്തു, അതെല്ലാം പാകം ചെയ്ത് കഴിച്ചു. ആ രാത്രികാലം ആടിനെ അറുത്ത സമയത്ത് ആ രക്തം ഒരു ഭാഗത്ത് വീടിന്റെ കട്ടിളപ്പടിമേലും കുറുപടിമേലും മുഖത്തെ പടിമേലും തൂക്കുവാൻ വേണ്ടി പോകും. അങ്ങനെ അവരുടെ വീട്ടിൽ മരണം കയറാതെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അങ്ങനെ അവരെല്ലാം എല്ലാ യഹൂദനും അനുസരിച്ചു. എന്നാൽ കട്ടിളപ്പടിമേലും കുറുപടി ആടിന്റെ രക്തം പെട്ടാത്ത മുസ്ലിമിന്റെ ഹോട്ടലുകളിലെല്ലാം കടിഞ്ഞൂൽ സംഹാരം നടന്നു. അപ്പൊ ഇതെല്ലാം എന്താ കാണിക്കുന്നത് വെച്ചാൽ മഹാദൈവം, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ സാധിക്കുന്നു. അത് അങ്ങനെ അവര് വെളിപ്പില്ലാത്ത അപ്പവും ആടിന്റെ മാംസവും കഴിച്ചു. കട്ടിളപ്പടിമേലൊക്കെയും രക്തം പൊരിപ്പിക്കൊണ്ട് സംഹാരത്തിന്റെ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരാ രാത്രിയില് അവരെ മുറുക്കി പടിയടിച്ച് അവർക്ക് നന്മകളുമൊക്കെ യാത്ര പുറപ്പെട്ടു. നേരത്തെ 9 ബാധകൾ കൊടുത്തിട്ടും പറവോൻ വിടാത്ത സാഹചര്യത്തിൽ ഈ ബാധയിൽ സംഹാരത്തിൽ അവരെ വിട്ടയപ്പാട്ട് ഇടയായിട്ട് അവരെങ്ങനെ പുറപ്പെട്ടു. ആ പുറപ്പെട്ടതിന്റെ ആ രാത്രിയിൽ അവര് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ച് പുറപ്പെട്ടപ്പോൾ ആട്ടിൻകുട്ടിയെ അർത്ഥ അതിന്റെ രക്തത്തിൽ അതിന്റെ തണലിൽ അവർക്ക് അവരുടെ വീട്ടിൽ സംഹാരമില്ലാതെ രക്ഷപ്പെട്ടതിന്റെ ഓർമ്മ, അത് കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ ഭാവനപുത്രനായ കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടായി രൂപമെടുത്തുകൊണ്ട് മനുഷ്യവേഷത്തിൽ എടുത്തുകൊണ്ട് ഭൂമിയിൽ വന്നപ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുവാൻ തുടങ്ങുന്ന ആ സമയത്തെ പാസ്ഓവർ യാത്ര പുറപ്പെടൽ, അതിന്റെ സമയത്തുള്ളതായ ആ പെസഹ, ആ സമയത്ത് അവര് അന്ന് അനുഷ്ഠിച്ചതിന് പിന്തുടർച്ചയായി എല്ലാ വർഷവും അവര് അത് ആചരിക്കുകയും അവര് ആ സമയങ്ങളിൽ കൂടുതൽ അനുതാപത്തോടുകൂടി ആയിരിക്കുകയും ചെയ്യും. 40 വർഷം മരുഭൂമിയിലാണ് ആ പെസഹ പങ്കിട്ട് അനുഭവിച്ചത്. ആ ദിവസം അവർ ആഘോഷിച്ചു. പിന്നെ തലമുറകളുടെ ബന്ധത്തിൽ അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ മശിഹായ്ക്ക് വേണ്ടി അവര് അപ്പം മാറ്റിവെക്കും. അതുപോലെ തന്നെ അവര്
അങ്ങനെ മാറ്റിവെക്കുന്നതായ അത് അവര് മാംസം പാകം ചെയ്ത് ഒക്കെ അവര് കഴിച്ച് മറ്റേ മഷിയായിക്ക് മാറ്റിവെക്കുന്നതായ അപ്പം അവര് ചുട്ടുകളയുന്ന ഒരു രീതിയായിരുന്നു അവരുടെ ഇടയിലുണ്ടായി. പിന്നീട് അവര് സ്ഥിരമായ താമസവും കാര്യമൊക്കെ ആയി അവര് ദേവാലയമൊക്കെ സ്ഥാപിച്ചു. പിന്നെ അങ്ങനെ തുടർമാനമായി കർത്താവിന്റെ സമയത്തും ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ പാസ്സോവർ അല്ലെങ്കിൽ പെസഹ ആചരിക്കുമ്പോൾ മെശിഹായിക്ക് ദൈവത്തിന് വേണ്ടി അവർ ഒരുക്കി വെക്കുന്നതായ അപ്പം ആ മാളിക മുറിയിൽ ആ പെസഹ ആചരിക്കുന്ന മന്ദിരത്തിൽ ഒരുക്കി വെച്ചത് കർത്താവ് അത് എടുത്തിട്ട് അവർക്ക് ഇത് എന്റെ ശരീരത്തിന്റെ ഓർമ്മയായി നിങ്ങൾക്ക് തരും, ഞാൻ വരുവോളം ഇത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഞ്ഞിന്റെ മുന്തിരിയുടെ രസവും ചാറും അതുപോലെ തന്നെ അതിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അത് സാർവത്രികമായ മുന്തിരിയുടെ ചാറ് കിട്ടും. അതുപോലെ തന്നെ ഗോതമ്പിന്റെ മാവ് സാർവത്രികമായി ലഭിക്കുന്നുണ്ട്. അത് അരിമാവ് അരി മാവ് അല്ലെ ഗോതമ്പ് പൊടിഞ്ഞ് മാവായി തീരുന്നത് പോലെ വാഴ്ത്തപ്പെട്ട ദൈവം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി കർത്താവ് മാളികയിൽ വെച്ച് ശിഷ്യന്മാർ എന്നെ ഒറ്റിക്കൊണ്ട് യൂദ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ആ താരത്തിൽ യൂദ കൈയിട്ട് വരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം അങ്ങനെ ചെയ്ത് എന്റെ വരവയാഗത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് അവരെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചു. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് അങ്ങനെ ശിഷ്യന്മാർ പിന്നീട് ഭവനങ്ങളിൽ തോറും അത് കൂടി വന്ന് അവർ അനുഷ്ഠിക്കുമായിരുന്നു. പിന്നീട് അവർക്ക് യെരുശലേം ദേവാലയത്തിൽ വലിയ പ്രവേശനമൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൽവത്തായി ആ രാത്രിയിൽ തന്നെ പിടിക്കപ്പെട്ടവനായി വിസ്തരിക്കപ്പെട്ടവനായി വിസ്തരണ ദിവസം രാവിലെ സമയം തന്നെ അവിടെ നിന്ന് ഉപദ്രവിച്ച് തകർത്ത് തന്നെ കൊൽക്കത്താട് മുകളിൽ കൊണ്ടുപോയി ആണിയടിപ്പിച്ച് കൊലപ്പെടുത്തി. ആ സമയത്ത് കൂരിട്ട് ആ ദേവാലയം ആ പ്രദേശം മുഴുവൻ കൂടിയത് ഭൂമി മുഴുവനുമാണോ യെരുശലേമിൽ ആ പ്രദേശം മാത്രമേ ഉള്ളൂ? എന്തായാലും പ്രകൃതി ഇരുണ്ടുപോയി, സൂര്യൻ ഇരുണ്ടുപോയി എന്ന് ദൈവം കണ്ടി കാണുന്നു. അത് മാത്രമല്ല അതിനുശേഷം അവിടെ കർത്താവ് മരിക്കുന്ന സമയത്ത് ആ ദേശത്ത് ഭൂകമ്പം ഉണ്ടായി, ഭൂമി ഉരുക്കമുണ്ടായി, അങ്ങനെയുള്ളതായ വലിയ അനുഭവങ്ങൾ ദേശങ്ങളിൽ ഇതെല്ലാം കണ്ടു. അവിടുത്തെ പുരോഹിതന്മാരും എല്ലാവരും വാസ്തവത്തിൽ ദൈവമാണെന്ന് അറിയാനുള്ള അതിൽ പരം അവർക്ക്. പക്ഷേ അവരുടെ ഹൃദയം കഠിനമായിരുന്നു. അവരുടെ മതത്തെ ദൈവത്തെക്കാൾ സ്നേഹിച്ചു. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയതായ വഴിയെ അവര് സാത്താന്റെ പഴം പറിച്ചതുപോലെ ഇവരും അതിൻ്റെതായ രീതിയിൽ ആ സമൂഹം മാറിയതിന്റെ ഫലമായി പിന്നീട് അപ്പോസ്തലനാണെന്ന് ചോദിച്ചാൽ യെരുശലേം ദേവാലയം തന്നെ കർത്താവിനെ ഉപദ്രവിക്കുകയും കർത്താവിനെ തലവീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിക്കുകയും ശിഷ്യന്മാരെ ഉപദ്രവിക്കാനും ആത്മീയതയ്ക്ക് പകരം അവിടെ വ്യവസായങ്ങൾ മാടുകളെ യാഗത്തിന് വേണ്ടിയുള്ള വ്യവസായങ്ങള് നാണയങ്ങളുടെ ക്രയവിക്രയം അപ്പം വലിയ ഒരു വ്യവസായ മേഖലയായി മാറി. യേശു ലോകത്തിലായിരുന്നപ്പോൾ യേശു യെരുശലേമിലേക്ക് ചെന്ന് കയറുകൊണ്ട് ചാട്ടവാറുണ്ടാക്കി അവിടെയുള്ള ആളുകളെയും ആടുകളെയും അതുപോലെ എല്ലാം അടിച്ചു പുറത്താക്കുകയും മേശകളെ മറിച്ചിടുകയും ഒക്കെ ചെയ്ത് ഒരു ശുദ്ധീകരണം കർത്താവിന്റെ ശുശ്രൂഷ സമയങ്ങളിൽ നടന്നതായിട്ട് വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ രീതിയിലുള്ള ശുദ്ധീകരണവും കാര്യമൊക്കെ ചെയ്തപ്പോഴും യഹൂദന്മാരുടെ ശക്തമായ എതിർപ്പ് അനുഭവപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് യേശുവിനെ കൊല്ലുവാൻ തക്കവണ്ണം അവരെ മനസ്സ് വെച്ചത്. അല്ലെങ്കിൽ തന്നെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയിൽ മരിപ്പാൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിപ്പാനാണ്. ഈ സമൂഹം ഇങ്ങനെ ചെയ്യുമെന്നും ഇതായി പ്രകാരമാണെന്നും ഒക്കെ ദൈവം അറിയാം. എങ്കിൽ തന്റെ സ്വന്തം രക്തം ചിന്തി ഇവരെ എല്ലാം രക്ഷിക്കണം എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. അങ്ങനെ യേശു തലേ രാത്രിയില് താൻ മരിക്കുന്നതിന് തലേ രാത്രിയില് പെസഹ ഒരുക്കി വെച്ച് അതിനു മുമ്പേ കർത്താവ് ചെയ്തത് ശിഷ്യന്മാരുടെ കാല് പത്തോസിന്റെ മാളികയിലാണ് തന്നെ പെസഹ ഒരുക്കി കർത്താവിന്റെ മേശ, ഇന്ന് നാം പറയുന്ന കർത്തൃമേശ അല്ലെ തിരുവത്താഴം അങ്ങനെയുള്ള വാക്കുകളിൽ നമ്മൾ പറയുന്നതായ ആ മഹൽ പ്രഖ്യാപനം, അതിന്റെ ഉദ്ഘാടനം കർത്താവോടെ നമുക്ക് വേണ്ടി വീഞ്ഞുകൾ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യേകമായി തന്റെ വർഗ്ഗമുള്ള ഉദ്ധാരണത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് നേരിടുവാനുള്ള കഷ്ടാനുഭവങ്ങളുടെ എല്ലാം ഉൾപകർപ്പ് മനുഷ്യവർഗത്തിന് വേണ്ടിയാണെന്നുള്ള ഓർമ്മയ്ക്കായി അതിന്റെ നാന്ദിയായി കർത്താവ് ആക്കി വെച്ചതാണ് കർത്താവിന്റെ മേശ. ആ മേശയില്
ശിഷ്യന്മാര് അന്ന് പങ്കെടുത്തു. അതിനുശേഷം അന്ന് ശിഷ്യന്മാരായി തീരുന്നവർക്കൊക്കെയും ആ മേശ കർത്താവിന്റെ വരവുവരെയും അനുഭവിക്കണം. ഈ നാളുകളിൽ അന്നത്തെ 12 ശിഷ്യന്മാരാരുമില്ല. പൗലോസ് എന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ 1000 ഭക്തന്മാരെ ജീവിച്ച് കടന്നുപോയി. ഇന്ന് ജീവിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഇത്തരയ്ക്ക് വേണ്ടി കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്ത് കർത്താവിന്റെ കാൽവരിലെ മരണത്തെ വിശ്വസിച്ച് വായുകൊണ്ട് പറഞ്ഞ് അതുപോലെ തന്നെ ജലത്തിൽ സ്നാനമേറ്റ് ജീവിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും അവര് എല്ലാ ദിവസങ്ങളിലും കൂടി വന്ന് അനുഭവിക്കാൻ ദൈവം നൽകിയ മഹൽ ഭാഗ്യമാണ് ആ കർത്താവിന്റെ മേശ. അതിന് ഈ ദിവസങ്ങളിൽ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് സംഘടനകൾ എത്തിയേക്കും. മാസങ്ങളിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയല്ല, അതങ്ങനെ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ വേണ്ടിയുള്ളതല്ല. ഇത് അതിന്റെ വ്യവസ്ഥ പ്രകാരം കൂടിവരവായിട്ട് കൂടുതൽ ദൈവം ആഗ്രഹിച്ചു, താല്പര്യപ്പെട്ടു. അങ്ങനെ കൂടി വരുന്നുള്ള ബന്ധത്തിൽ അതിലെ ദൈവകൃപയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ശുശ്രൂഷ ചെയ്യും. അതിലെ ഒരാളെ ഉള്ളൂ എങ്കിൽ ആ ആൾക്ക് ആ ശുശ്രൂഷ ചെയ്ത് അനുഭവിക്കാനുള്ള കൃപ, അതിനുള്ളതായിട്ടുള്ള സാവകാശതയും ഒരുക്കിയിട്ടുണ്ട്. കൂട്ടമായിട്ടാണെങ്കിൽ അതിന് ചെയ്യുവാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠരായ ദൈവം അതിൽ കണ്ടിരിക്കുന്ന വ്യക്തി ആ ഉത്തരവാദിത്വം ചെയ്യണം. ഒരാളെ ഉള്ളൂ, അത് സ്ത്രീയാണെങ്കിൽ പുരുഷനില്ല എങ്കിൽ ആ സ്ത്രീക്ക് സ്വന്തമായി അപവേദികൾ സ്തോത്രം ചെയ്ത് കർത്താവിന്റെ കാൽവരിലെ മരണത്തെ അനുസ്മരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാൽവരില്ല അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കണം. ദിനം ജീവിക്കണം. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ളത് മാത്രം ദിനം പ്രതി ആ മേശ കൈനീട്ടാൻ ഞാൻ യോഗ്യയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് അനുഭവിക്കുന്നത് 100 പ്രാർത്ഥനയെന്ന് ഞാനിവിടെ പറഞ്ഞുവെങ്കിലും അതിനേക്കാളൊക്കെ വലിയ ബൃഹത്തായ അനുഗ്രഹമാണ് ആ ഒരു ശിശുവിനുള്ളത്. അതേസമയം ഒരു സഹോദരിയുടെ കൂടെ സഹോദരന്മാരുണ്ടെങ്കിൽ ദൈവമുള്ള അതിലെ ദൈവ ഏറ്റവും വ്യക്തതയുള്ള പ്രിയപ്പെട്ടവൻ വേണോ ചെയ്യാൻ. ഒരൊറ്റ പുരുഷനുണ്ടെങ്കിൽ പോലും സ്ത്രീക്ക് അതിലേക്ക് അവകാശം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു സമൂഹം മാത്രമേ ഉള്ളൂ. ഒരിക്കലും പുരുഷന്മാരൊന്നും വരത്തില്ല എങ്കിൽ സഹോദരന്മാരിൽ നിന്ന് ആ ശുശ്രൂഷ ചെയ്യാം. അതേസമയം അവിടെ സഹോദരന്മാർ വരുമെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അവിടെ കർത്താവിന്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാരാണ്, പുരുഷന്മാരെയാണ് കർത്താവിന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്. പിന്നെ എഴുതുന്നവരെന്തെടുത്തു, അനേകരെ പിന്നെ തിരഞ്ഞെടുത്തത് എല്ലാം സഹോദരന്മാരാണ്. സഹോദരിമാർക്ക് കൂടുതലായ ഉത്തരവാദിത്വം കർത്താവ് കൊണ്ടുവന്ന് അച്ചടക്കമായി അനുഗ്രഹമായി പ്രാർത്ഥനയിലും വ്യർത്ഥ ജീവിതത്തിലും ഒരു കുടുംബത്തെ നന്നായി സ്നേഹിച്ച് സഹകരിപ്പിച്ച് ദൈവനാമത്വത്തിന് വേണ്ടി ആക്കി ഉത്സാഹിക്കണം. ഇനി ഒരു ഒറ്റയ്ക്കൊരു സഹോദരിയെ ഉള്ളെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരിക്കലും പുരുഷന്മാരുടെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുണ്ടെങ്കിൽ സഹോദരന്മാർക്ക് ആ ശുശ്രൂഷയൊക്കെ ചെയ്യും, മേശയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഏത് സാഹചര്യത്തിൽ ഒരു സഹോദരി ഒറ്റയ്ക്കാണെങ്കിൽ ഭിന്നതയിലൂടാകാൻ പാടില്ല. മേശ ഒരുക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇത് ചെയ്യാൻ അങ്ങനെ വരാൻ പാടില്ല. സാഹചര്യം കുടുംബത്തിലെ ഭർത്താവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒന്നിച്ചിരുന്ന് ആ മേശ ഒരുക്കുമ്പോൾ കുടുംബത്തിലെ കുടുംബനാഥനാണ് അതിനകത്തെ കാര്യപ്പെട്ടയാൾ. അദ്ദേഹമാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. സാഹചര്യം ഒരിക്കലും അനുകൂലമായിട്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ ഒരു ദൈവവൈതലിന്, ഒരു സഹോദരിയാകുന്ന ദൈവവൈതലിന് അതിലേക്ക് കടക്കാമെന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിലാണ് ഞാൻ പറയുന്നത്. തെറ്റായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല. മനുഷ്യായിരുന്നു, അതിനോട് ദൈവത്തെ ആരാധിച്ചു, ആത്മാവിലായി. പക്ഷേ അവിടെ അപവീഞ്ഞയിൽ ലഭിക്കാനുള്ള സാധ്യതയില്ലായിരുന്നിരിക്കും, അവിടെ കർത്തൃമേശ നടന്നില്ലായിരുന്നിരിക്കും. ഉണ്ടായിരുന്നതിൽ 1000 വട്ടം യോഹന്നാനപ്പോസ്തലനോട് കർത്തൃമേശയ്ക്ക് അവിടെ സാഹചര്യം ഒരുക്കിയിരുന്നു. പക്ഷെ നമുക്ക് സാഹചര്യങ്ങളുണ്ട്. അപവീഞ്ഞകൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന അത്ര ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ മഹനീയമായ നമ്മളുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചതിന്റെ ഓർമ്മയ്ക്കായുള്ള ആ വലിയ 100 കണക്കിന് പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠമായ കർത്താവിന്റെ മേശ നമ്മൾ അതിന്റെ ഗൗരവം നമ്മൾ ആ രീതിയിൽ എടുക്കണം. അവിടെ എത്ര പേര് കൂടി അതിനുവേണ്ടി ഒരു സ്ഥലം ആവശ്യമില്ല, അതിനുവേണ്ടി ഒരു പുണ്യസ്ഥലം ആവശ്യമില്ല, അതിനുവേണ്ടി വലിയ അലങ്കരിച്ച സ്ഥലങ്ങളല്ല ആവശ്യം. നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ എളിയ ഭവനങ്ങളിൽ
നമുക്ക് തന്നിരിക്കുന്ന എഴുതിയ മർക്കോസിന്റെ മാറിയ മുറിയാണെന്നുണ്ട്. അന്ന് അതിനുവേണ്ടി യഥാർത്ഥ മേശയ്ക്ക് ഒരുക്കാൻ വേണ്ടി അവിടെ വലിയ ഹോളുകളോ പള്ളികളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. യെരുശലേം ദേവാലയം ഉണ്ടെങ്കിലും യെരുശലേം ദേവാലയം അവർക്ക് വേണ്ടി ആ രീതിയിൽ തുറക്കപ്പെട്ടില്ല, കിട്ടിയില്ല. കിട്ടിയാലും അത് കർത്താവ് താല്പര്യപ്പെടുന്നില്ല. അത് കള്ളന്മാരുടെ ഗുഹയായി മാറിപ്പോയി. ഇനി ഏത് സ്ഥാപനയായാലും കള്ളന്മാരുടെ ഗുഹയായി മാറിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ ആരാധിക്കുവാനോ ദൈവമക്കൾ വസിക്കുവാനോ ദൈവമക്കളെ പങ്കെടുക്കുവാനോ ഇടമല്ല. ഇല്ലെങ്കിലും ദൈവമക്കളുടെ ചെറിയ വീട് ഞങ്ങളായിരിക്കുന്ന പഴയ കാലങ്ങൾ നമുക്കറിയാം. വലിയ ഓല ഷെഡുകളിലാണ് ചാണകം മേഞ്ഞ് അതിനെ ആ രീതിയിൽ ആ തറയിൽ ഒരുപക്ഷെങ്കിൽ ഓലയുടെ കീറുകൾ കൊണ്ടിട്ടായിരിക്കും അവര് ഇരുന്ന് പ്രാർത്ഥന കഴിക്കുക. ആളുള്ള ഭായമായി പിന്നീട് അതിനെ പരിമപ്പെടുത്തി ധനത്തിന്റെ ബാഹുല്യത്തിലേക്ക് പോയി എന്തെല്ലാം സൗകര്യങ്ങളായി. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ മെയിൻ വിഷയം കർത്താവിന്റെ മേശ. എത്ര പ്രാർത്ഥനയെക്കാളും ആയിരം പ്രാർത്ഥനയ്ക്ക് തുല്യമായി നമ്മളെ ആത്മീയഭവനത്തിലേക്ക് നയിക്കുന്ന ഒരു മഹാ പ്രക്രിയ നമുക്ക് ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ച് ദൈവം തന്നു. ഭാഗ്യരായ നമുക്ക്, ആശയോഗ്യരായ നമുക്ക്, ഒന്നുമില്ലാത്തവരായി തീർന്ന് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ മരിച്ചിട്ട് ഈ ഭാഗ്യപദവി നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുകയാണ്. അതേസമയം പുരുഷന്മാരുണ്ടെങ്കിൽ അവര് പുരുഷന്റെ നല്ല ദൈവം യേശു, യേശുവിന്റെ നില പിതാവായ ദൈവം, സ്ത്രീയുടെ നില പുരുഷൻ. അപ്പൊ ആ മഹത്വം നമ്മൾ വിടരുത്. പുരുഷൻ ഉണ്ടെങ്കിൽ പുരുഷന്റെ നില ക്രിസ്തുവിന്റെ നില പിതാവായ ദൈവം. ഈ ഓർഡർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പവീഞ്ഞകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നമ്മളെ അനുഗ്രഹമായി. അതേസമയം അലക്ഷ്യമായി അശ്രദ്ധയായി മേശ അനുഭവിച്ചാൽ അത് രോഗത്തിനും മരണത്തിനും കാരണമായിത്തീരും. ഒരു ചടങ്ങിന് വേണ്ടി ഞാനും ചെയ്യുന്നു എന്ന് കേൾപ്പിക്കണം. ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദൈവത്തോടുള്ള ഏകീകരണത്തിൽ ഭയത്തിൽ ഭക്തിയിൽ ചെയ്യുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം കടാക്ഷം അനുഗ്രഹം ആണിയേറ്റകാരം നമ്മളോടുകൂടിയിരിക്കും. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൽ ആ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. അതിൽ പിതാവുകൊണ്ട് അതുപോലെ തന്നെ യേശു കർത്താവുകൊണ്ട് അത് നമ്മുടേതായ നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തോടുകൂടി നല്ല കൂട്ടായ്മയിൽ പോയി സന്തോഷിക്കാം. നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയുടെ ഗൗരവം കുറയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്. യേശുയുടെ ഗൗരവമായി കാണുവാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്തത്. ആ നല്ല ചിന്തകൾ നിങ്ങൾക്കുണ്ടാക്കുന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളുടെ അവസാനം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയുമാറാകട്ടെ. വീണ്ടും നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്നു. ദൈവത്തിനെല്ലാം